ഇലക്ട്രിക് വെഹിക്കിൾസിലെ പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറയാ പൊല്യൂഷൻ ഒന്നുമില്ല, 0% പൊല്യൂഷൻ ഇല്ലാത്ത ഗ്രീൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വെഹിക്കിൾ ആണ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ നോർമലി പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ട്രോളൊക്കെ വന്നിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻസ് അല്ലെങ്കിൽ ഡീസൽ ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കറണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യുക എന്നുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ പറയുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പൊല്യൂഷൻ അല്ല. ഇത് പാർട്ടിക്കൽ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പൊല്യൂഷൻ ആണ്. പാർട്ടിക്കൽ പൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നോർമലി നമ്മുടെ ഒരു കാർ റൺ ചെയ്യുമ്പോൾ ബ്രേക്ക് തേയ്മാനം, ടയർ തേയ്മാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ആ ഒരു തേയ്മാനത്തിലൂടെ സംഭവിക്കുന്ന പാർട്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള പൊല്യൂഷനെ, അതിന്റെ തേയ്മാനത്തിൽ വരുന്ന ആ ഒരു പൊല്യൂഷനെയാണ് പാർട്ടിക്കൽ പൊല്യൂഷൻ എന്ന് പറയാം. അത് നോർമലി ഇല്ല, ഒരു IC എഞ്ചിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാറിനേക്കാളും 1000 മടങ്ങ് കൂടുതലാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന് എന്നാണ് പറയുന്നത്. ഈ ഒരു പാർട്ടിക്കൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എപ്പോഴും ടെയിൽ പൈപ്പ് എന്നുള്ള പൊല്യൂഷൻ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ പൊല്യൂഷൻ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിളിന് ഇങ്ങനെ ഒരു പൊല്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ അടുത്തൊരു കാര്യം, ഇലക്ട്രിക് വെഹിക്കിളിന്റെ പൊല്യൂഷൻ എങ്ങനെയാണ് 1000 മടങ്ങ് കൂടുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ബാറ്ററി, മോട്ടർ, അതൊക്കെ ഹെവിയർ ആയിട്ടുള്ള പാർട്ടുകളാണ് കമ്പയർഡ് ടു IC എഞ്ചിൻ. നോർമലി ആയിട്ടുള്ള ഒരു IC എഞ്ചിനേക്കാളും വെയിറ്റ് കൂടുതലാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്. അതുകൊണ്ടാണ് ബ്രേക്കിന്റെ തേയ്മാനവും ടയറിന്റെ തേയ്മാനവും 1000% കമ്പയർ ടു ദ നോർമൽ ഒരു IC എഞ്ചിനേക്കാളും കൂടുതലാണെന്നുള്ള പറയാനായിട്ടുള്ള കാരണം. എന്തായാലും നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. ചാ